Welcome to Positive Learning with Reshma. Today we are discussing about the topic concord. What is concord? Concord is the agreement between subject and verb. സബ്ജക്റ്റും വെർബും തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് ആണ് കോൺകോഡ്. കോൺകോഡ് എന്ന് പറയുന്നത് സബ്ജക്റ്റും വെർബും തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് ആണ്. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബും സിംഗുലർ ആയിരിക്കും. സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വെർബും പ്ലൂറൽ ആയിരിക്കും. സിംഗുലർ സബ്ജക്റ്റ് ടേക്സ് സിംഗുലർ വെർബ്, പ്ലൂറൽ സബ്ജക്റ്റ് ടേക്സ് പ്ലൂറൽ വെർബ്. Here, look at the sentence. He go to school. Is sentence correct ആണോ? No, it's wrong because he is a singular subject. Go is a plural verb. We know that concord is an agreement between singular subject takes singular verb, plural subject takes plural verb. Here, this agreement is not satisfied. So, this sentence is wrong. അപ്പോൾ നമ്മൾ ഇത് എങ്ങനെ കറക്റ്റ് ചെയ്യും? He go to school. Go എന്ന പ്ലൂറൽ വെർബിനെ നമ്മൾ സിംഗുലർ വെർബിലോട്ട് കൺവേർട്ട് ചെയ്യണം. അതെങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. സിംഗുലർ പ്ലൂറൽ വെർബിനെ സിംഗുലറിലേക്ക് മാറ്റാൻ നമ്മൾ s es ies ഇതിൽ ഏതെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്യണമെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഹിയർ GOES ആഡ് ചെയ്തു കഴിഞ്ഞാൽ es ആഡ് ചെയ്താൽ ഇത് പ്ലൂറൽ വെർബിൽ നിന്നും സിംഗുലർ വെർബിലേക്ക് മാറും. Our answer is he goes to school. He goes to school is right answer. അടുത്തൊരു സെന്റൻസ് നമുക്ക് നോക്കാം. He play football. ഇത് കറക്റ്റ് ആണോ? No, it's wrong. Why? Here he is a singular subject. Play plural verb. Am I right? ഇവിടെ സബ്ജക്റ്റും വെർബും തമ്മിലുള്ള എഗ്രിമെന്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ ഇതിനെ എന്ത് ചെയ്യണം? പ്ലേയിങ് എന്ന വെർബ് പ്ലൂറൽ ആണെന്ന് ഞാൻ പറഞ്ഞു. ആ പ്ലൂറൽ വെർബിനെ നമ്മൾ സിംഗുലർ വെർബിലേക്ക് മാറ്റണം. അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആഡ് s es ies. ഹിയർ നമ്മൾ ഇവിടെ ആഡ് ചെയ്യുന്നത് എന്താണ്? s, plays. Now it's a singular